ഞാനൊരു സൈക്കോ ആണെന്ന് അറിഞ്ഞിട്ടും നീ എനിക്ക് ട്രീറ്റ്മെന്റ് തരുമല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു നിമിഷത്തേക്ക് മരിച്ചു കളയാൻ എനിക്ക് തോന്നി. ആവശ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്താലേ എന്റെ മരണം ആഘോഷിക്കാൻ നീ തന്നെ മുന്നിൽ നിൽക്കുമെന്നോ എനിക്ക് തോന്നി. ഇത്ര വർഷം ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്റെ വില നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ അത് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ മരിക്കും? എന്തായാലും ഇത്തവണ ഞാൻ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല വേദ്. നീ എന്നും എന്റേത് മാത്രമാണ്, ഞാൻ നിന്റെ പെണ്ണും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അതങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് എന്താ എന്നെ കല്യാണം കഴിച്ച പ്രശ്നം? അതൊക്കെ മറന്ന് നീ എന്നെ കല്യാണം കഴിക്കണം. ആൻഡ് ദാറ്റ്സ് മൈ ചലഞ്ച് സ്വീറ്റ് ഹാർട്ട്. ഫാസ്റ്റ്. പ്രശ്നങ്ങൾ 100 എന്റെ ചേട്ടന്റെ മുഖത്ത് കല്യാണക്കലയൊക്കെ വന്നിട്ടുണ്ട്. വാ, ഇതാണ് എനിക്ക് ശരിക്കും കാണേണ്ടത്. ഇനി എന്തൊക്കെ അനുഭവിക്കാനാ കിടക്കുന്നത്? പക്ഷേ ആണുങ്ങൾ എന്തൊക്കെ കണ്ടാലും പഠിക്കില്ല എന്ന് വേദാന്തിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല സിദ്ധാർത്ഥ്, അതിനിപ്പോ ഞാനെന്താ ചെയ്തേ? കല്യാണം കഴിഞ്ഞ് പെട്ടുപോയ അവസ്ഥ ഞാനും വിക്കിയും 2 സൈഡിൽ നിന്ന് കാണിച്ചു തന്നിട്ടും കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാന്നുള്ള വേദാന്തിന്റെ അതിമോഹം ഉണ്ടല്ലോ, അതിനെന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ സിദ്ധാർത്ഥ്? നിങ്ങൾ രണ്ടാളും സന്തോഷമായിട്ടല്ലേ കഴിയുന്നേ? ഇതിനെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. നോക്ക് വേദാന്ത്, ഇത് നിനക്കുള്ള അവസാനത്തെ ചാൻസാ. ഇപ്പൊ ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ഇന്നിവിടെ ഈ എൻഗേജ്മെന്റ് നടന്നാലുണ്ടല്ലോ എല്ലാം കഴിഞ്ഞു. നീ വേണ്ടെന്ന് പറഞ്ഞാലും ആ വായടി നിന്നെ വിടില്ല. ഇത് അവസാനത്തെ ചാൻസാ. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും പറഞ്ഞു തന്നില്ല എന്ന് മാത്രം പറയരുത്. വെറുതെ ഇരിക്കളിയാ. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായ പോരല്ലോ. കല്യാണമൊക്കെ നടന്നല്ലേ പറ്റൂ. അത് കഴിയുമ്പോഴാണല്ലോ ആണുങ്ങൾക്ക് ബുദ്ധി വരുന്നത്. അല്ല, നമ്മൾ മാത്രം കുഴിയിൽ വീണാ പോരല്ലോ. ചേട്ടനും അതൊക്കെ ഒന്ന് പഠിക്കട്ടെ. വാട്ട് നോൺസെൻസ്! നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല, മിണ്ടാതിരിക്കളിയാ. കല്യാണം കഴിയുമ്പോ പഠിച്ചോളും നമ്മൾ പറയുന്നത് നോൺസെൻസ് ആണോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കാര്യമാണോ. അല്ലളിയ, ഈ ഡയർ ഡെവിളിന്റെ ലുക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും മനസ്സിലായി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ശ്രീധരന്റെയും സുഹാസിനിയുടെയും മൂത്ത മകൻ വേദാന്ത് മേനോനും മഞ്ജുനാഥിന്റെയും പ്രമിളയുടെയും 2ാമത്തെ മകളായ അമൂലയും ഇന്ന് ഇവിടെ വെച്ച് കല്യാണ നിശ്ചയം നടത്തുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വധുവരന്മാരെ എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടാവില്ലേ? ഇനി നിങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് ചെയ്തോളൂ. ഞാൻ ആദ്യം ഇടും. ഞാനിടുന്ന് പറഞ്ഞില്ലേ? ഞാനാ കല്യാണ ചെക്കൻ. ഞാനല്ലേ കല്യാണ പെണ്ണ്? ഞാൻ ആദ്യം ഇടും. ഞാനാണ് ചെക്കൻ. ഞാൻ ആദ്യം ഇടും. ഞാനേ ഇടും. ഞാനിടുന്ന് പറഞ്ഞില്ലേ? നിന്റെ വായൊന്ന് അടച്ചു വെക്കോ. ഞാൻ ആദ്യം ഇടും. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നിനക്ക് തീരെ അനുസരണയില്ല അല്ലേ? ഞാൻ ആദ്യം ഇടുന്ന് പറഞ്ഞില്ലേ? ഇത് എന്റെ നിശ്ചയമാ. ഞാൻ ആദ്യം ഇടും. ഞാനാണ് ചെക്കൻ. ഞാൻ ഇട്ടിട്ടേ നീ ഇടാൻ പാടൂ. ഞാനാണ് നിന്റെ ബോസ്. ഞാൻ ആദ്യം ഇടുന്ന് പറഞ്ഞില്ലേ? കല്യാണപ്പെട്ട് ഞാനല്ലേ? ഞാൻ ആദ്യം ഇറങ്ങിടും. നീ കല്യാണ പെണ്ണാണെങ്കിലേ ഞാനാ കല്യാണ ചെക്കൻ. ആദ്യം മോതിരം ഇടേണ്ടത് ഞാൻ തന്നെയാ. ഇങ്ങോട്ടാ. ഓൾറെഡി നിനക്കൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ? ആദ്യം ഞാനിടാം. പറ്റില്ല. കല്യാണ സമയത്ത് ഹാരം ഇടാനുള്ള ആദ്യത്തെ ചാൻസ് നിനക്ക് ഞാൻ തരും. പക്ഷെ നിശ്ചയത്തിന് ഞാൻ തന്നെ മോതിരം ഇടും. അയ്യോ, ഇനി ഈ സമയത്ത് കഥയിൽ ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ? ആരെങ്കിലും ഒരാളാ മോതിരം കയ്യിലിട്. എനിക്ക് ടെൻഷൻ താങ്ങാൻ കഴിയുന്നില്ല. ഇനി ഒരു മാറ്റവും കൈ കാണിച്ചേ. കൈ തരാൻ എനിക്ക് മനസ്സില്ല. റിങ് താടി. അയ്യോ, ഞാൻ റിങ് ഇട്ട് തരാന്ന് പറഞ്ഞ കൈ പറ്റില്ലെന്ന് പറഞ്ഞില്ല. കൈ ഇങ്ങോട്ട് താ. ഇല്ലില്ല, എന്റെ കൈ. ഞാൻ ചെക്കൻ. ഞാൻ ആദ്യം ഇടുന്ന് പറഞ്ഞില്ലേ?
ഓക്കെ 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 എല്ലാവരുടെ അഭിനന്ദനങ്ങളും ഞാൻ ഏറ്റുവാങ്ങുന്നു. ഓട്ടോഗ്രാഫ് വേണമെങ്കിൽ പിന്നെ തരാം. അതിനിവിടെ ആരും ജയിച്ചിട്ടൊന്നുമില്ല. ആദ്യം നീ ഇട്ടി ഇറങ്ങിയേ കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്ക്. ഇനി എന്റെ കയ്യിൽ വേഗം ഇറങ്ങിയിട്ട് മൂടില്ല. വേഗം ഇറങ്ങിയിടാ. കൈ കാണിക്കും. എന്താണ് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഛേ, ഇത് എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു തോൽവി തന്നെ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. We are engaged. എന്താ നിനക്ക് ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ സ്റ്റോക്ക് ചെയ്ത് നടക്കുകയാണോ നീ? നോക്ക്, നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയം സ്റ്റാർട്ടായി. പക്ഷെ നിന്റെ ജീവിതത്തിലെ അപശകുനം മാത്രമായിരിക്കും. ഡോണ്ട് ടോക്ക് റബിഷ്. എന്റെ വേദന ഞാൻ തന്നെ കല്യാണം കഴിക്കും. ബിക്കോസ് ഹി ഈസ് മൈൻ. ഏയ്, വായടച്ച് മിണ്ടാതിരിക്കും. മൈനുമില്ല, മണ്ണാങ്കട്ടയില്ല. എന്റെ വേദാന്തിന്റെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. ആ എൻഗേജ്മെന്റ് ഇനി ടിവിയിലെ ലൈവ് ടെലികാസ്റ്റും കൂടി വന്നാ മതി. എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് കരുതി എല്ലാം നേടിയെന്ന് നീ വിചാരിക്കണ്ട. ജീവിതം ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ തരേണ്ട ഒരുപാട് പണികളുണ്ടല്ലേ ഇനി? ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നീ മറന്നു കാണുന്ന ഞാൻ വിചാരിച്ചേ. പാവം, പട്ടി ചന്തയ്ക്ക് പോയിന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നീ? ഇനി അങ്ങോട്ട് ലൈവ് ആക്ഷൻ ആയിരിക്കും, ഫേസ് ടു ഫേസ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ലൈഫിലേക്ക് വന്നു നോക്ക്. ഞാൻ ആരാണെന്നറിയോ? റൗഡി ബേബിയാ. റൗഡി ബേബി ആണെങ്കിൽ എന്താ? പ്രേമോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞെന്ന് വെച്ച് എല്ലാം തീർന്നെന്നാണോ? എന്റെ ക്യാരക്ടർ എന്താണെന്ന് നിനക്ക് അറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും സൈലൻസ് ഇട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ടെൽ മീ വൈ? ബിക്കോസ് ഐ ലവ് സൈലൻസ്. ഓ, ഗണ്ണെടുക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം.
വാടിച്ചു മിണ്ടാതെ നിൽക്കും. നോക്ക്, നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ ഞാൻ വിടുന്നേ. ഇനി വേദാന്തിന്റെ പിന്നാലെ അങ്ങനെ വന്നാലുണ്ടല്ലോ, അറിയാലോ, തീവണ്ടി ഒരു തട്ട് ഒരു തള്ള്. ഞാനൊരു പെണ്ണാണെന്ന് തന്നെ മറന്നു കളയും. ഇറങ്ങി പോന്നോ? അല്ല പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയാ, ഇത് ഞങ്ങളുടെ അവകാശമാ. ഈ ദിവസത്തിന് വേണ്ടി എത്ര നാള് കാത്തിരുന്നതാ. ചേട്ടനെ റൗഡി കൊച്ചിന്റെ എൻഗേജ്മെന്റ് ഇത്ര നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് പിന്നെ എന്താ അർത്ഥം? വാട്ട് നോൺസെൻസ്. തന്നെ വേണം. ബോസിനെ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണം. എന്തിനാണെന്നറിയോ? എന്നെ നിങ്ങള് ഇതുപോലെ എടുത്ത് ആഘോഷിക്കാനുള്ളതാ. എടോ, മര്യാദയ്ക്ക് പിടിച്ചില്ലെങ്കിലേ അവനോട് എന്താ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇത്രയും ടൈറ്റ് ആയിട്ട് ഹഗ് ഒന്നും ചെയ്യില്ലേ? വയറ്റിൽ വാവയുള്ളതല്ലേ? നീ എന്റെ നാത്തോനായിട്ട് വരാൻ പോവല്ലേ? എന്റെ ചേട്ടന്റെ ഭാര്യയാവാൻ പോവല്ലേ? എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയോ? പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പണ്ട് നിന്നെ എന്റെ ചേട്ടന്റെ ഓഫീസിൽ കാണുമ്പോഴൊക്കെ നിന്നെ പോലെ ഒരു പെൺകുട്ടി എന്റെ ചേട്ടൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അവസാനം അത് നീ തന്നെയാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് ചേട്ടനത് സമ്മതിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാ എന്റെ കാലം നിലത്തുറക്കാത്തത്. പറന്ന് നടക്കുക ഞാൻ. ഈ ലോകത്ത് എവിടെ അന്വേഷിച്ചാലും നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ എന്റെ ചേട്ടനിനി എവിടെയും കിട്ടില്ല. ഈശ്വരൻ ഞങ്ങൾക്ക് തന്ന വരമാണ് നീ. എന്റെ അമൂല്യയുടെ നിശ്ചയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാം. അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഇതിന്റെ ഒന്നും അർത്ഥം ചേട്ടന് മനസ്സിലാവില്ല. വിഷമിക്കാൻ 1000 റീസൺസ് ഉണ്ടാവും, പക്ഷെ സന്തോഷിക്കാൻ റീസൺസ് ഒന്നും വേണ്ട. പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത നീ എന്റെ അനിയത്തിയെ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരിക്കല്ലേ? സിദ്ധാർത്ഥ് സാർ, ബോസിന്റെ അനിയത്തിയെ നിങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ട് വിക്കി ബോസ് സാറിന്റെ വേറൊരു അനിയത്തി ഓൾറെഡി കെട്ടിയല്ലോ. അപ്പൊ ഇത് ബോണസാ. ചേട്ടനും അമ്മും നല്ല ജോഡിയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ ആ സമയത്ത് ചേട്ടൻ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. റൗഡി കൊച്ചിനെ കഷ്ടപ്പാടാ ചേട്ടനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തെടുത്തത്. ചേട്ടൻ മാച്ച് ആവള്. ഞങ്ങളെപ്പോലെ നീയും പ്രണയിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചതല്ലേ, അതിന്റെ സന്തോഷമാ. അതെ ബോസ്, ബോസിന്റെ റൗഡി ബേബിയുടെയും കല്യാണം നടക്കാൻ ഞാൻ ബോസിന്റെ മുടി മൊട്ടയടിക്കാവുന്ന വരെ നേർന്നു. എടോ സുമേഷ്, തനിക്കും വെച്ചിട്ടുണ്ടോ? പക്ഷെ എന്റെ കാര്യത്തില് നിങ്ങൾക്ക് ഇത്രയും ഉത്സാഹം ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞായിരുന്നു നിങ്ങളുടെ റൊമാൻസ് ഒക്കെ? അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾ ആരും അതിൽ ഇടപെടാൻ വരണ്ട. അതൊക്കെ വിട്. നമുക്ക് ഈ സന്തോഷത്തിന്റെ പേരിൽ എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് സെൽഫി എടുത്താലോ? റെഡി? ചിരിച്ചേ. വൗ, ചിരിക്കി. സൂപ്പർ. സത്യത്തിൽ നിങ്ങളുടെ വഴക്കൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, നിങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം തോന്നുക. ചേട്ടാ, ഇതുപോലെ ഞങ്ങൾ എപ്പോഴും വഴക്കിടാറുണ്ട്. കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനപ്പുറം വഴക്കിടുള്ളൂ. അത് ശീലമായി അല്ലേ കളച്ചെറുക്ക? അതൊക്കെ സത്യം തന്നെയാ. എന്ന് വെച്ച് ഞാൻ കോംപ്രമൈസിന് വരുമെന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ. ബി കെയർഫുൾ. അത് നടക്കില്ല. സന്തോഷമുള്ള ജീവിതം വേണമെങ്കിൽ ഭർത്താക്കന്മാരും കോംപ്രമൈസ് ചെയ്യണം. കറക്റ്റ്
കറക്റ്റ് അമ്മു. സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ സീക്രട്ട് അത് മാത്രമല്ല. ഈ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റും ഒക്കെ വന്നത്. ഭർത്താക്കന്മാര് ഭാര്യമാരുടെ വാക്കുകൾ കേട്ടേ പറ്റുമെന്ന് അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? നോ നോ നോട്ട് പോസിബിൾ. അത് നടക്കില്ല. ചേട്ടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ 2 രക്തസാക്ഷികളുണ്ടല്ലോ, ചേട്ടനേക്കാൾ സീനിയേഴ്സാ, അവരോട് ചോദിച്ചു പഠിച്ചേക്ക്. ഓഫ് കോഴ്സ് ഞങ്ങളത് പഠിപ്പിച്ചോളാം. വേദാന്ത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരാം. മന്ദബുദ്ധികളോട് വഴക്കിടരുത്. ഇവര് പറയുന്നതാണ് എല്ലാം ശരിയെന്ന് കരുതി എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും. ഓഫ് കോഴ്സ് സിദ്ധാർത്ഥ്, ഈ പറഞ്ഞത് ഓക്കെയാണോ? തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലല്ലേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മന്ദബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ച് എന്റെ തീരുമാനമൊന്നും മാറ്റില്ല. എന്റെ ബോസിനെ കുറിച്ച് എന്താ വിചാരിച്ചേ? പറഞ്ഞ വാക്കിന് ഒരു മാറ്റമില്ല. എന്റെ ബോസ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെയാണ്. മനസ്സിലായോ? അയ്യോ, ഞാനതിന് എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഛേ, വിളിച്ച് 2 റിംഗ് ആയപ്പോഴേക്കും എന്റെ കോൾ കട്ട് ചെയ്ത് കളഞ്ഞോ? പിന്നെ നീ എന്തിനിങ്ങനെ ഫോൺ കൊണ്ട് നടക്കുന്നേ? ധ്രുവ, മര്യാദക്ക് ഫോൺ എടുക്ക്. ഹേ ധ്രുവ, എൻഗേജ്മെന്റിന് എന്നോട് മര്യാദക്ക് സംസാരിച്ചില്ല. സംസാരിക്കുന്നത് പോട്ടെ, എനിക്ക് മര്യാദക്ക് കാണാനോ പറ്റിയില്ല. വേദാന്തേട്ടന് പിന്നാലെ നടന്ന് നിഴല് പോലും കാണാൻ പറ്റാത്ത പോലെയായിരുന്നു. ചേച്ചി എന്റെ കാര്യം ചോദിച്ചതാ, ചേച്ചിയെ നീ കാണാൻ വന്നില്ല. വേദാന്തേട്ടന്റെ ശരിക്കുള്ള അനിയൻ നീ തന്നെയാ. പണ്ട് വേദാന്തേട്ടൻ ഇതുപോലെ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ റൗഡി ബേബി ചേട്ടനെ വരച്ച് വരല് നിർത്തി. ഞാനേ റൗഡി ബേബിയുടെ ലൈറ്റ് വേർഷനാ. നിനക്കുള്ള വര ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. എന്റെ കയ്യില് നിനക്കായിട്ട് ഒരുപാട് ട്രിക്സ് ഒക്കെ ഉണ്ട്. ഞാൻ അത്ര പെട്ടെന്ന് എന്റെ തോൽവി സമ്മതിക്കില്ല. എന്താന്നറിയോ, ഞാൻ അമ്മൂന്റെ അനിയത്തിയാ. വേദാന്തേട്ടനെ റൂട്ടിൽ എത്തിച്ച പോലെ നിന്നെ ഞാൻ എന്റെ റൂട്ടിൽ എത്തിക്കും. ഇനി എത്ര ദിവസം നീ എന്റെ മുന്നിൽ ഓടി ഒളിക്കുമെന്ന് എനിക്ക് കാണാം. ബസ് സിറ്റിയിൽ എത്രയൊക്കെ ഓടിയാലും അവസാനം ഡിപ്പോയിൽ എത്തിയില്ലേ പറ്റൂ. അതുപോലെ നീയും എന്റെ അടുത്തുനിന്ന് എത്ര ഓടി ഒളിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കണം. അത് മനസ്സിലാക്കി പൊട്ട. എനിക്കിതെന്താ പറ്റിയേ? ഭ്രാന്താണോ? ഷീ, ഞാൻ ഇത്ര പെട്ടെന്ന് ക്രിഞ്ചായി പോയല്ലോ. ഞാനെന്തെങ്കിലും ജെൻസി പിള്ളേരെ പോലെ ആയത്? തലയിടിച്ച് പൊളിക്കാം. പറ. നോക്ക് വിക്രം, നീ കഴുത ചെയ്ത് എന്താ പറ്റിയത്? എന്താ അവള് ചെയ്തത്? ഇല്ല ഒന്നുമില്ല. അല്ല, നീ എന്തിനാ ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നേ? അയ്യേ, ഇവരുടെ സ്വർഗത്തില് ഞാൻ എന്തിനാണോ കട്ടുറുമ്പായത്? മനസ്സിലായി. ചേട്ടാ, നടക്കട്ടെ. റൗഡി കൊച്ചേ, ഞാൻ പോവാണേ. എന്റെ ചേട്ടൻ അൺറൊമാൻറ്റിക് ഫെല്ലോ ആണെന്ന് അറിയാലോ. എടി കഴുതേ, നിനക്ക് ശരിക്കും എന്താടി പറ്റിയേ? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്തെങ്കിലും പറഞ്ഞു ഉടനെ പിച്ചുവാ? അത് പിന്നെ നമ്മുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞില്ലേ, അത് സത്യമാണോ കള്ളമാണെന്ന് എനിക്ക് ഡൗട്ട് വന്നു. അതുകൊണ്ടൊന്ന് പിച്ച് കൺഫേം ചെയ്തതാ. നോൺസെൻസ്, നീ കാണിക്കുന്നൊന്നും ശരിയല്ല. ഇനി എന്നെ ഇങ്ങനെ പിച്ചയിലുണ്ടല്ലോ, ഞാൻ നിന്റെ തലമുടി അടിച്ച് പൊട്ടിക്കും.